ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ദിനടിയിലാണ്. അപ്പം രാവിലെ എഴുന്നേറ്റുള്ള ഒരു കൃഷിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ മിനിസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം പിന്നെ കൃഷിയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിത്തുകൾ ഗ്രോബാഗുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ ഗ്രോബാഗൊക്കെ വാങ്ങിക്കാം. പിന്നെ കൂടാതെ ഇപ്പോൾ ഒരു പുതിയ ബന്ദിയുടെ വിത്തും കൂടെ വന്നിട്ടുണ്ട്. നല്ല പ്യൂർ വൈറ്റായിട്ടുള്ള ബന്ദി വിത്ത്, അതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കുന്നതായ ബന്ദിയുടെ വിത്തുകൾ പാകുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വളർന്നിട്ട് അതിനെ നമ്മൾ നടുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് സ്ഥലം എടുത്തിട്ട് അതിന് ബോർഡറായിട്ടെല്ലാം ഇത് നടുകയാണ്. അപ്പോൾ അതിന് ഈ വേഷമൊക്കെ മാറ്റിയിട്ട് നമുക്കിനി അയ്യൊക്കെ ഒന്ന് കൊത്തിക്കളച്ചിട്ട് വേണം ഇതൊക്കെ നടാനായിട്ടേ. അപ്പം ഇനി നമുക്ക് കൃഷിയിലോട്ട് പോകാം. രാവിലെ എഴുന്നേറ്റപ്പം നമുക്ക് തോന്നി കുറച്ച് ചെടികളൊക്കെ നമ്മുടെ പറമ്പിലോട്ട് നടാമെന്ന്. നമ്മൾ ഇവിടെ ബന്ദിയൊക്കെ പാകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കുറച്ച് നമ്മൾ നമ്മുടെ കുഴി എടുത്തിട്ട് അതിനകത്തോട്ട് നട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓണകാലമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വിൽക്കാനൊന്നും അല്ലെങ്കിലും നമ്മുടെ പറമ്പിലോട്ട് വരുമ്പോൾ ഒരു ഭംഗി, നല്ല രസമല്ലേ കാണാൻ. അത് മാത്രമല്ല, പിന്നെ ഇത് ഒരു കീടനാശിനിയായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം, പ്രയോഗിക്കാം. നമ്മുടെ കീടങ്ങളൊന്നും നമ്മുടെ പച്ചക്കറികളോട് അടുക്കത്തില്ല. അപ്പോൾ അതിന് നമ്മുടെ ബോർഡർ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നട്ട സ്ഥലത്തല്ല, വേറെ സ്ഥലത്തായിട്ട് കുറച്ച് പച്ചക്കറി സെൻട്രൽ ഭാഗത്ത് നട്ടുകൊണ്ട് ബോർഡറായിട്ട് നമ്മുടെ ബന്ദി ചെടി നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ കുഴി എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുത്തണം. പിന്നെ ഇങ്ങനെ 4 ചുറ്റായിട്ട്, എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് പല ടൈപ്പിലുള്ള വെണ്ടയും ഒക്കെ നടണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. നമ്മുടെ ഊരുവെണ്ട നട്ട് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇത് ഡയറക്റ്റ് മണ്ണിലിട്ട് ഊരുവെണ്ടയുടെ വിത്താണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ട് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നടണം. ഇനി ഇതാണ്ട് തൈകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെയാണ് നമ്മുടെ ബന്ദിയുടെ തൈകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ വിത്തുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. ബാക്കി ഇനി നമ്മൾ കുഴിയൊക്കെ എടുക്കട്ടെ. ഇനി ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പറമ്പിലോട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് നമ്മുടെ വീഴ്ചയൊക്കെ പ്രമാണിച്ചൊന്ന് പുറകോട്ട് പോയതുകൊണ്ട് പച്ചക്കറികളുടെയൊക്കെ ഷോർട്ടേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പറമ്പിൽ നിന്നേ നമുക്ക് വല്ലതുമൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങാമെന്ന് കരുതിയിരിക്കുക. ഇപ്പോൾ രാവിലെ ഞാനും അച്ചായനും കൂടെ ഉള്ള പണികളായതൊക്കെ. അപ്പോൾ ഇനി ഇവിടെ എല്ലാം കുഴികൾ എടുക്കട്ടെ. ഇപ്പോൾ ഈ നടുക്ക് ഭാഗത്ത് പുല്ലെല്ലാം പറിച്ചിട്ട് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ്. എന്നിട്ട് പോലും വീണ്ടും കളകളെല്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുക. എത്ര പറിച്ചാലും നമ്മുടെ പുല്ലുകളിങ്ങനെ, മനുഷ്യനും പറമ്പും ഭൂമിയും ഉള്ള കാലത്തോളം പുല്ലുകളും ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും. നമ്മൾ എന്ത് ചെയ്താലും രക്ഷയൊന്നുമില്ല. ഇനിയിപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമൊക്കെ നമുക്ക് സ്വീകരിക്കണം. ഇപ്പോൾ ഈ ബന്ദി നടുമ്പോഴേ ഒരു 4-5 ഇല പരുവമൊക്കെ ആയിട്ടുണ്ട്. ചിലതൊക്കെ 5-6 ഇല പരുവമായിട്ടുണ്ട്, ചിലത് 4 ഇല പരുവമായിട്ടുണ്ട്. അങ്ങനെ പല പരുവത്തിലുള്ളതാണ്. ഇപ്പം അതിപ്പം ഞാൻ നടുമ്പോൾ നമ്മുടെ പറമ്പിലെ മണ്ണൊക്കെ ഇപ്പം മഴയും വളക്കൂറും ഒക്കെ ആയിട്ട് നല്ല ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം വളമൊന്നും കൊടുക്കാതെ ഇപ്പം അങ്ങോട്ട് മണ്ണിനകത്തോട്ട് നടുന്നു, അത്രയേ ഉള്ളൂ. ചൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കോഴിവളം ഇട്ട് കൊടുക്കണം. കോഴിവളം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടങ്ങ് വളർന്നു വരും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്ലറികളുണ്ടല്ലോ, ജൈവ സ്ലറി അങ്ങോട്ട് കലക്കി വെച്ചിട്ട് അതങ്ങോട്ട് ആഴ്ചയിൽ ഓരോ പ്രാവശ്യം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ദിച്ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ടങ്ങ് വളർന്നു വരും. അപ്പം വിൽക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിലോ കണക്കിന് ബന്ദിപ്പൂവ് ഓണത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം കണ്ട് ഇത്രയൊക്കെ ആയ തൈകളെയൊക്കെ നമുക്ക് നടാം കേട്ടോ. ഇപ്പോൾ ഒരു 4 ഇല പരുവം, 5ാമത്തെ ഇലയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കുഴിയായിരുന്നു. ഇതേപോലെ കുഴി എടുത്തിട്ട് ഞാൻ ആ മണ്ണിനെ അങ്ങ് മൂടിയിട്ടു. അതിനകത്തോട്ടൊരു കുഞ്ഞിക്കുഴി എടുത്തിട്ട് അതിനകത്തോട്ട് അങ്ങ് ഇറക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വളവും ഉപ്പും കൊടുക്കുന്നില്ല. വളർന്നതിന് ശേഷം നമുക്ക് വേരൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം വളം കൊടുക്കാം. അപ്പം നിങ്ങളുടെ മണ്ണിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. നിങ്ങളിപ്പം ഞാൻ വളം കൊടുക്കുന്നില്ലെന്ന് കരുതി നിങ്ങൾ വളം കൊടുക്കാതെ ഇരിക്കണ്ട.
സ്വല്പം ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് നടാവുന്നതാണ്. എൻ്റെ ഇവിടെ മണ്ണ് നല്ല വളക്കൂറൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഓണത്തിന് വേണ്ടിയിട്ട് അച്ചായനും ബന്ദി നടുകയാണ്. രണ്ടുപേരും കൂടെയൊക്കെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ ജോലിയൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ, ടപ്പേന്ന് പണി തീരണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഒരാൾ മാത്രം പറമ്പിലോട്ടിറങ്ങി എല്ലാം ചെയ്യാം എന്ന് കരുതിയാൽ ഒന്നും നടക്കത്തില്ല. അതാണ് ഒത്തൊരുമ വേണമെന്ന് പറയുന്നത്. അച്ഛൻ വെച്ച് നല്ലതുപോലെ കിളിക്കും കേട്ടോ. ഓണത്തോടുകൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ വലിയ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനൊക്കെ ഇടയുണ്ട്. അപ്പം കുറച്ച് വളവും കൂടെ ഒക്കെ താമസിയാതെ കൊടുക്കണം. ഒരു രണ്ടല ഇച്ചിരി വേരൂടെ ഒക്കെ പിടിക്കട്ടെ, എന്നിട്ട് പോകാം. അപ്പം ചരിഞ്ഞു പോയാലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ബന്ധിച്ചെടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കമ്പൊക്കെ വെച്ചിട്ട് കയറൊക്കെ വെച്ച് കെട്ടി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ തൈ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയൊക്കെ വെട്ടിയിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തൈകളൊക്കെ ഉണ്ടാക്കാമെന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലം നമ്മൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഒരു 6 സെൻറ്റോളമൊക്കെ വരും. 6 സെൻറ്റിൽ കൂടുതൽ കാണുമായിരിക്കും. 4 വശവും ചെടികളും അതേപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ പച്ചക്കറികളും. അപ്പോൾ അത് രസമല്ലേ. അപ്പോൾ അത് നമുക്ക് വളർന്നു വരുന്നതൊക്കെ ഇങ്ങനെ കാണാം. ഓരോന്നും നിങ്ങളെ കാണിക്കാം. ഇപ്പം കണ്ടില്ലേ, ഇവിടെ കുറച്ച് സ്ഥലത്ത് നമ്മുടെ വഴുതന ചെടികൾ നിൽക്കുന്നത് പോലെ തന്നെ ഇതേപോലെയാണ് ഞാൻ പറഞ്ഞത്. ഓരോ കുറച്ച് സ്ഥലം എടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വെണ്ടയ്ക്ക, ചോളം, തക്കാളി, മുളക് ഇങ്ങനെയുള്ളതാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ഐറ്റങ്ങൾ. പിന്നെ പന്തലിൽ കയറാനുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ വേറെയാണ് നടുന്നത്. പന്തൽ കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ ഇത്രയും സ്ഥലം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പുല്ല് കയറാതെ എപ്പോഴും അതിനെ നോക്കി കണ്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നടുമ്പോൾ നമ്മുടെ നോട്ടം അവിടെ തന്നെ മതിയല്ലോ. അങ്ങനെ നമ്മൾ പരക്കെ നടക്കേണ്ട കാര്യമല്ല. അപ്പം നമുക്ക് നടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളെല്ലാം ഒരിടത്ത് നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും നമ്മുടെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടാവാനും സാധിക്കും. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബന്ദി നടീൽ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് പിന്നെ വളരുന്നതും പൂ പിടിക്കുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ പോകണം. അതിന് വളം കൊടുക്കണം. അതിനെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെട്ടി നിർത്തണം. ഇങ്ങനെ പല പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു 5-6 സെൻറ്റ് സ്ഥലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നല്ല സ്ക്വയറായിട്ട് സ്ഥലം എടുത്തിട്ട് എന്താണ് ഓരോ ടൈപ്പ് പച്ചക്കറി വിത്തുകളും നടണം. അപ്പം അതിനെല്ലാം ഇനി ഓരോ ദിവസവും ഞാൻ ഓരോ വിത്തുകളും നടുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്ന് ഓരോ ദിവസവും ചെയ്യുന്ന ജോലികൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒന്ന് വേണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. എല്ലാവരും ബന്ദിയൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. ഓണത്തിന് അത്തപ്പൂക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴേ തയ്യാറായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.